ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. കോഡോ മില്ലറ്റ് കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും കോഡോ മില്ലറ്റ് കൊണ്ട് നല്ലൊരു ഹെൽത്തി റെസിപ്പി, ന്യൂട്രീഷ്യസ് ആയ ഹെൽത്തി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ 1/2 കപ്പ് കോഡോ മില്ലറ്റാണ് എടുത്തിരിക്കുന്നത്. കോഡോ മില്ലറ്റിനെ വരാഗ് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. കോഡോ മില്ലറ്റിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ധാതുക്കളും ധാരാളമായി കാണപ്പെടുന്നു. ഇതിൽ ഗ്ലൂട്ടൻ ഇല്ല. അതിനാൽ തന്നെ എളുപ്പത്തിൽ ദഹിക്കുന്നതിന് കോഡോ മില്ലറ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പുരാതന ധാന്യങ്ങളിലൊന്നാണ് കോഡോ മില്ലറ്റ്. അരിയേക്കാൾ മികച്ചതാണ് മില്ലറ്റ്. ഇതിൽ പ്രോട്ടീനും ഫൈബറും കൂടുതലാണുള്ളത്. കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും കുറവാണുള്ളത്. ഇവയിലെ പോഷക സാന്നിധ്യം മൂലം ഹൃദയം, കരൾ, വൃക്ക, കുടൽ എന്നിവയുടെ ആരോഗ്യത്തിന് കോഡോ മില്ലറ്റ് വളരെയധികം ഗുണം ചെയ്യും. മില്ലറ്റ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ഫുഡാണ്. അരിയോട് സാമ്യമുള്ളതും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നതും കൂടാതെ ഫൈറ്റോ കെമിക്കലുകളാലും ആൻറ്റി ഓക്സിഡൻറ്റുകളാലും സമ്പന്നമായതിനാൽ തന്നെ വ്യത്യസ്ത ജീവിതശൈലി രോഗങ്ങളെ തടയാൻ സഹായിക്കുന്ന നല്ലൊരു ഭക്ഷണം കൂടിയാണ് മില്ലറ്റ്. ഇത് ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. ഇതിലെ പ്രോട്ടീൻ കണ്ടൻറ്റ് 11%, ലോ ഫാറ്റ് 4.2% ആൻഡ് വെരി ഹൈ ഫൈബർ കണ്ടൻറ്റ് 14.3% ആണുള്ളത്. കൂടാതെ കോഡോ മില്ലറ്റിൽ ബി വൈറ്റമിൻസും നിയാസിൻ, വൈറ്റമിൻ B6, ഫോളിക് ആസിഡ്, മിനറൽസ് ആയ കാൽഷ്യം, അയൺ, പൊട്ടാസ്യം, മഗ്നീഷ്യം ആൻഡ് സിങ്ക് ഇത്രയും അടങ്ങിയിരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈ കൊളസ്ട്രോൾ തുടങ്ങിയ ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകൾക്കും കോഡോ മില്ലറ്റ് പതിവായി കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഇനി വെയ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കോഡോ മില്ലറ്റ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇതിലെ ഫൈബർ വേഗത്തിൽ വയറു നിറഞ്ഞതായി അനുഭവപ്പെടുന്നതിന് സഹായിക്കുന്നു. അങ്ങനെ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ഒടുവിൽ ആരോഗ്യകരമായ ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നാരുകളാൽ സമ്പുഷ്ടമായതിനാൽ മലബന്ധം, ഗ്യാസ് പ്രോബ്ലം, വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാനും വളരെ നല്ലതാണ് കോഡോ മില്ലറ്റ്. കൂടാതെ പ്രമേഹമുള്ളവർക്ക് വളരെ നല്ലൊരു ഭക്ഷണം കൂടിയാണ് കോഡോ മില്ലറ്റ്. ഇത് കഴിക്കുന്നത് മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിനും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സഹായത്തോടെ ബ്ലഡ് ഷുഗർ ഉള്ളവരുടെ ചർമ്മത്തിലെ മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നതിനും ഇതിലെ പോഷകങ്ങൾ സഹായിക്കുന്നു. സാധാരണ ഷുഗർ ഉള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ മുറിവ് പറ്റിയാൽ ഉണങ്ങാൻ വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാനായി നിങ്ങൾ ഈ മില്ലറ്റ് കഴിക്കുക. ഇനി നിങ്ങൾ ഹൃദ്രോഗമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും കോഡോ മില്ലറ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന മഗ്നീഷ്യത്തിൻ്റെ നല്ല ഉറവിടം കൂടിയാണ്. കൂടാതെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും രക്തചംക്രമണ വ്യൂഹം ഒപ്റ്റിമൈസ് ചെയ്യുകയും അതിലൂടെ ഹൃദയാരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. മില്ലറ്റിലെ മറ്റ് പോഷകങ്ങൾ ശരീരത്തിലെ വിഷപദാർത്ഥങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് ലിവറിൻ്റെയും കിഡ്നിയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. ഇനി ആർത്തവക്രമം തെറ്റിയ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മെൻസ്ട്രൽ സൈക്കിൾ കൃത്യമാക്കുന്നതിനും വളരെ നല്ലതാണ് ഈ മില്ലറ്റ്. അപ്പോൾ ഇത്രയും ഗുണങ്ങളാണ് കോഡോ മില്ലറ്റ് കഴിക്കുന്നത് കൊണ്ട് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളടങ്ങിയ കോഡോ മില്ലറ്റ് ഈ പറയുന്ന രീതിയിലാണ് തയ്യാറാക്കേണ്ടത്. കോഡോ മില്ലറ്റ് ഉപയോഗിച്ച് നല്ല ന്യൂട്രീഷ്യസ് ആയ ദോശയാണ് തയ്യാറാക്കുന്നത്. ദോശ തയ്യാറാക്കാനായി ഞാനിവിടെ 1/2 കപ്പ് കോഡോ മില്ലറ്റും അതിൻ്റെ കൂടെ 1/4 കപ്പ് ഉഴുന്നുമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിരുന്നു. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് കോഡോ മില്ലറ്റ് ദോശ തയ്യാറാക്കാനായി നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇത് നന്നായി കഴുകിയെടുക്കുക. നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് 8 മണിക്കൂർ സോക്ക് ചെയ്യാൻ വയ്ക്കണം. എട്ട് മണിക്കൂറിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത്. ഇപ്പോൾ കോഡോ മില്ലറ്റും ഉഴുന്നും ഉലുവയൊക്കെ നന്നായി സോക്കായി വന്നിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ അരി അരച്ചെടുക്കുന്നത് പോലെ തന്നെ ഈ മില്ലറ്റ് അരച്ചെടുക്കണം. തലേ ദിവസം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് വെച്ചിരുന്ന ഈ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ കോഡോ മില്ലറ്റ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കുക. സാധാരണ ദോശയ്ക്ക് അരച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് ഇതും അരച്ചെടുക്കേണ്ടത്. ഇതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ മില്ലറ്റ് മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു രാത്രി മുഴുവൻ അടച്ചു വയ്ക്കുക. അതായത് 8 മണിക്കൂറെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കണം. ഇപ്പോൾ ഈ ബാറ്റർ നോക്കൂ, ദോശമാവിൻ്റെ പരുവത്തിലാണ് ഇരിക്കുന്നത്. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ദോശ ചൂടാൻ സമയത്ത് ഒഴിച്ചു കൊടുക്കാം.
8 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഈ ബാറ്റർ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ബാറ്റർ നല്ല തിക്കാണെങ്കിൽ നിങ്ങൾക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ബാറ്റർ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പിങ്ക് സാൾട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ബാറ്റർ ഉപയോഗിച്ച് നല്ല ദോശ തയ്യാറാക്കാം. ദോശ തയ്യാറാക്കാനായി ഞാനിവിടെ അയൺ തവയാണ് എടുത്തിരിക്കുന്നത്. തവ നല്ലതുപോലെ ചൂടായതിനു ശേഷം അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ ദോശ തയ്യാറാക്കുന്നത് പോലെ തന്നെ ഒരു തവി മാവൊഴിച്ച് നന്നായി പരത്തിയെടുക്കുക. ദോശ നല്ലതുപോലെ മൊരിഞ്ഞു വന്നതിന് ശേഷം ഇതിന് മുകളിൽ അല്പം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുക. ഈ ദോശ കോക്കനട്ട് ചട്നി, ഗ്രീൻ ചട്നി അല്ലെങ്കിൽ തക്കാളി ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഇനി ചട്നി വേണ്ട സാമ്പാറാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയും ഈ ദോശ കഴിക്കാവുന്നതാണ്. ഷുഗറുള്ളവർക്ക് ഏകദേശം 2 മുതൽ 3 ദോശ വരെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെ കോഡോ മില്ലറ്റ് ഉപയോഗിച്ച് ഇതുപോലെ നല്ല ദോശയൊക്കെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പിയും ഇൻഫോർമേഷനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.